കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണെന്നത്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ട് പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വരുന്നത്. ഇപ്പുറത്ത് ഒരു വണ്ടി കൊണ്ടിട്ടാണ് കരുതുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ഇടവഴി കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ഒരു റീലാണിത്, ഒരു വീഡിയോ ആണിത്. ശരിക്കും പിണറായി വിജയൻ അന്ന് ഇന്നസെന്റ് മരിച്ച സമയത്ത് അങ്ങനെയാണോ പോയത്? മുഖ്യമന്ത്രിയുടെ വാഹനം ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ടൗൺ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടന്നുപോകും. ടൗൺ ഹാളിന് പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ എറണാകുളത്തേക്ക് എത്തുമെന്നായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്താൻ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എറണാകുളത്തെ പരിപാടികൾ ഒഴിവാക്കി അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു പോവുകയാണ് അദ്ദേഹം. ഒരിക്കൽ റിജിത്ത് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഇന്നസെന്റിന്റെ ബന്ധത്തെ പറ്റി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നസെന്റിന്റെ കുടുംബത്തെ, സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. വലിയൊരു ജനാവലി തന്നെ ഇന്നസെന്റിന് അന്ത്യയാത്ര നൽകാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തെ BJP കാൻഡിഡേറ്റായിട്ട് ഒറ്റപ്പാലത്ത് മത്സരിച്ച ഒരാൾ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ വേണ്ടി അല്പസ്വല്പം നുണയെന്നൊക്കെ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അല്ലേ? ഇപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ച. മുന്നിൽ മൊബൈലും തൂക്കി പിടിച്ച് നിൽക്കുന്ന കുറച്ച് ചെക്കന്മാരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി നുണ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരും. അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്.